പ്രിയമുള്ളവരെ, ദൈവിക സ്തുതികൾ പാട്ടുകളായിട്ട്, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകളായിട്ട് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ജനകീയത എന്ന് പറയുന്നത് തന്നെ ആദ്യകാലത്ത് ദ്രാവിഡ പാരമ്പര്യത്തിൽ പാടിയിരുന്ന മാപ്പിളപ്പാട്ടുകൾ പിന്നീട് ബാബുരാജിൻ്റെ ആഗമനത്തോടു കൂടി ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ മാപ്പിളപ്പാട്ടിലുണ്ടായി. നമുക്കറിയാവുന്ന ഏറ്റവും സുപരിതനായ ഒരു മാപ്പിളപ്പാട്ട് ഗായകനാണ് എ.വി. മുഹമ്മദ്. തിരൂരങ്ങാടി പ്രദേശത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് വേണ്ടി പാട്ടുകൾ എഴുതിയിരുന്നത് കെ.ടി. മൊയ്തീൻ, കെ.ടി. മുഹമ്മദ് എന്നീ സഹോദരങ്ങളാണ്. ആ പാട്ടിൽ നിന്ന് ഒരു പാട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ പാട്ട് ഈണം നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബാബുക്കയാണ്. നമുക്ക് എ.വിയുടെ ആ പാട്ടൊന്ന് കേൾക്കാം. റഹ്മാൻ അല്ലാഹ്, റഹീം അല്ലാഹ്, റസാഖ് നീ അല്ലാഹ്, റബ്ബും റബ്ബും രാജാതിരാജനുമായവൻ നീ അല്ലാഹ്. റഹ്മാൻ അല്ലാഹ്, റഹീം അല്ലാഹ്, റസാഖ് നീ അല്ലാഹ്, റബ്ബും റബ്ബും രാജാതിരാജനുമായവൻ നീ അല്ലാഹ്. അഖില ചരാചരം വാഴും പരാപരനായവനേ അല്ലാഹ്, അഖില ചരാചരം വാഴും പരാപരനായവനേ അല്ലാഹ്. അഗതികൾ ഞങ്ങൾ എന്നേക്കും ആശ്രയം നീ അല്ലാഹ്, അഗതികൾ ഞങ്ങൾ എന്നേക്കും ആശ്രയം നീ അല്ലാഹ്. റഹ്മാൻ അല്ലാഹ്, റഹീം അല്ലാഹ്, റസാഖ് നീ അല്ലാഹ്, റബ്ബും റബ്ബും രാജാതിരാജനുമായവൻ നീ അല്ലാഹ്. പ്രപഞ്ചമാകെ പടച്ചവൻ നീ പ്രതാപവാനല്ലാഹ്, പ്രപഞ്ചമാകെ പടച്ചവൻ നീ പ്രതാപവാനല്ലാഹ്. പാപികൾ ഞങ്ങൾ പശ്ചാത്താപം കേൾക്കും നീ അല്ലാഹ്, പാപികൾ ഞങ്ങൾ പശ്ചാത്താപം കേൾക്കും നീ അല്ലാഹ്. റഹ്മാൻ അല്ലാഹ്, റഹീം അല്ലാഹ്, റസാഖ് നീ അല്ലാഹ്, റബ്ബും റബ്ബും രാജാതിരാജനുമായവൻ നീ അല്ലാഹ്. അന്ത്യനാളിനുടവസ്ഥൻ നീ വിധികർത്താവല്ലാഹ്, അന്ത്യനാളിനുടവസ്ഥൻ നീ വിധികർത്താവല്ലാഹ്. ആന്തരിക ജ്ഞാനിയുമെല്ലാം ഗുരുവാണല്ലാഹ്, ആന്തരിക ജ്ഞാനിയുമെല്ലാം ഗുരുവാണല്ലാഹ്. റഹ്മാൻ അല്ലാഹ്, റഹീമും അല്ലാഹ്, റസാഖ് നീ അല്ലാഹ്, റബ്ബും റബ്ബും രാജാതിരാജനുമായവൻ നീ അല്ലാഹ്. റഹ്മാൻ അല്ലാഹ്, റഹീമും അല്ലാഹ്, റസാഖ് നീ അല്ലാഹ്, റബ്ബും റബ്ബും രാജാതിരാജനുമായവൻ നീ അല്ലാഹ്.